Hi my dear students, I hope you all doing good. So നമ്മൾ ഓൾറെഡി ഒരു SN1 which is നമ്മളെ പേറോൾ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മളെ SN2ലെ സ്റ്റോർ അക്കൗണ്ടിങ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. സോ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് സീ. ലിഫോ സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, ലിഫോൻ്റെ ഫുൾ ഫോം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ലിഫോയുടെ ഫുൾ ഫോം? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ നമ്പർ 1 ലാസ്റ്റ് ഇൻ ഫാസ്റ്റ് ഔട്ട്, അതെന്തായാലും അല്ല. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, സോ അതല്ലേടാ ആൻസർ. സോ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻഡൻറ്റ് ഫോർ മെറ്റീരിയൽ ഈസ് പ്രിപ്പയർഡ് ബൈ. ഇൻഡൻറ്റ് ഫോർ മെറ്റീരിയലിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? മെറ്റീരിയൽ റിക്വസിഷൻ. സോ മെറ്റീരിയൽ റിക്വസിഷൻ മറ്റൊരു പേരാണെന്നത് ഇൻഡൻറ്റ് ഫോർ മെറ്റീരിയൽ. ഈ ഇൻഡൻറ്റ് ഫോർ മെറ്റീരിയൽ ആരാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതൊരു ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ ഓപ്ഷൻ എ ആണ് നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇൻഡൻറ്റ് ഫോർ മെറ്റീരിയൽ ഈസ് പ്രിപ്പയർഡ് ബൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സ്റ്റോർ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് ലെവലിൻ്റെ കാര്യങ്ങൾ. ഈ സ്റ്റോക്ക് ലെവൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻ കേസ് നമ്മൾ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഒന്നിക്കൽ എന്ത് സംഭവിക്കും? നമ്മളെ പ്രൊഡക്ഷൻ നടക്കൂല, അല്ലെങ്കിലോ ഡാമേജസ് സംഭവിക്കും. സോ ആവറേജ് സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷൻ ആണ് എന്താ? മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽ പഠിച്ചിട്ടുണ്ട്. മാക്സിമം സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, റീ ഓർഡർ ലെവൽ എന്നൊക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആവറേജ് സ്റ്റോക്ക് ലെവലാണ് ചോദ്യം. സോ എന്താണ് ആൻസർ? മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ നമുക്ക് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി ഓപ്ഷൻ എ നോക്കുക. പെർസെൻറ്റേജ് ഓഫ് റീ ഓർഡർ ലെവൽ, അതല്ല. റീ ഓർഡർ ലെവൽ, അതുമല്ല. ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി ഓപ്ഷൻ സി ആണ് എന്ത്? അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് നോക്കാം. It is the point at which if material in store is reached, the order of further supply of material must be placed. ഇവിടെ എന്താ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു മെറ്റീരിയൽ ഒരു പോയിന്റിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ഫേർദർ സപ്ലൈക്ക് വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്യണം. അത് ഏത് ലെവലാണ് അത് പറയുന്നത് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അത് നമുക്കറിയാം, റീ ഓർഡർ ലെവലിലാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാലാണ് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക? സപ്ലൈക്ക് വേണ്ടി പിന്നെയും നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുക. സോ ആ ഒരു ലെവലിന് വിളിക്കുന്ന പേരാണ് എന്താ? റീ ഓർഡർ ലെവൽ. സോ നമ്മളെ ഓപ്ഷൻസ് നോക്കാം. മിനിമം സ്റ്റോക്ക് ലെവൽ അല്ല. മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് സ്റ്റോക്ക് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു മിനിമത്തിൽ കീപ്പ് ചെയ്യണം. അതിൻ്റെ അണ്ടറിലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്യൂല? നടക്കൂല. സോ അതുകൊണ്ട് ഏതാണ് നമ്മളെ പിന്നെയും ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ലെവൽ എന്ന് പറയുന്നത്? റീ ഓർഡർ ലെവലാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് മിനിമം സ്റ്റോക്ക്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് റീ ഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം റീ ഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം യൂസേജ്. സോ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽ ഉണ്ട്. സോ ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ആണെന്നറിയാം. മാക്സിമം സ്റ്റോക്ക് ലെവലിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ് ആണ്. രണ്ടാമത്തെ ഇക്വേഷനാണ് ഏത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് മിനിമം സ്റ്റോക്ക് എന്നുള്ളത്. ക്ലിയർ ആണോ? സോ റീ ഓർഡർ ലെവലിൻ്റെ വേറെ ഒരു ഇക്വേഷൻ ആണ് മാക്സിമം റീ ഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം യൂസേജ്. ക്ലിയർ ആണോ? സോ റീ ഓർഡർ ലെവലിൽ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. സോ അതാണ് ഏത്? മാക്സിമം റീ ഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം യൂസേജ് എന്ന് പറയുന്നത്. മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷൻ ആണ് എന്താ? മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്, അല്ലെങ്കിൽ EOQ പ്ലസ് എന്താണ്? മിനിമം സ്റ്റോക്ക്. ക്ലിയർ ആണോ? സോ നമുക്ക് നോക്കാം ഇവിടെ എന്താ ചോദിക്കുന്നത് പറഞ്ഞാൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. സോ നമുക്കറിയാം 2 സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ്? കറക്റ്റ് ആണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ക്ലിയർ? സോ നെക്സ്റ്റ് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് ഇക്വേഷൻ. മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു. മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് എന്താണ്? റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി. ഞാൻ നേരത്തെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷനാണ് എന്താ? എന്ത്? റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ് എന്നുള്ളത്.
ക്ലിയർ ആണോ? സോ ഇവിടെ നമുക്കറിയാം വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. എന്താണിടാ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, ഇവിടെ ഒരു ഇക്വേഷൻ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് മിനിമം സ്റ്റോക്ക്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് മിനിമം സ്റ്റോക്ക്. ഇതും എന്താണ്, നമ്മളെ മാക്സിമം സ്റ്റോക്കിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ എന്താ ചോദിക്കുന്നത്, ഈ മാക്സിമം സ്റ്റോക്ക് ലെവൽ ഇക്വേഷനിൽ എന്താണ് റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കറിയാം ഇവിടെ റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഇവിടെ മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് എ ആണ് അതിൻ്റെ ആൻസർ. ക്ലിയർ ആണോ? ഫൈൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റീ ഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ വെർ പി ആൻഡ് ക്യൂ ആർ റെസ്പെക്റ്റീവ്ലി എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റീ ഓർഡർ ലെവൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീ ഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം റീ ഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ, പിയും ക്യൂവും എന്തുള്ളതാണെന്നുള്ള ചോദ്യം. സോ നമുക്കറിയാം മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം യൂസേജ് പ്ലസ് മാക്സിമം റീ ഓർഡർ പീരീഡ് എന്ന് നമുക്കറിയാം. സോ നോക്കാം, മാക്സിമം യൂസേജും മാക്സിമം റീ ഓർഡർ പീരീഡും ഏത് നമ്മൾ ഓപ്ഷനിലാണ് ഉള്ളത് നോക്കാം. ഓപ്ഷൻ ഡിയിൽ നോക്കുക, മാക്സിമം റീ ഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം യൂസേജ് അവിടെ ഉണ്ട്. സോ പിയും ക്യൂവും റെസ്പെക്റ്റീവ്ലി എന്താണെന്നുള്ള ചോദിക്കുന്നത്. പി എന്ന് പറയുന്നത് എന്താണെടാ, പി എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം റീ ഓർഡർ പീരീഡ് ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്താ, മാക്സിമം യൂസേജ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്, ഇൻ കേസ് ഓഫ് ഇ ഒ ക്യു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരി കോസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മൾ ഇ ഒ ക്യൂവിൽ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താണ്, √2AO ഡിവൈഡഡ് ബൈ സി. സോ ഈ സിയിലുള്ള ക്യാരി കോസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. നോട്ട് എ ക്യാരി കോസ്റ്റ്, ഈ പറയുന്ന താഴെയുള്ള ഓപ്ഷൻസിൽ ഏതാണ് ക്യാരി കോസ്റ്റ് അല്ലാത്തത്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ക്യാരി കോസ്റ്റ് ഏതൊക്കെ ഉൾപ്പെടുത്താം എന്ന് പറയുന്നുണ്ട്. ഒബ്സൊലൻസൻസ് ലോസസ്, ഇൻഷുറൻസ് പ്രീമിയം, കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് സ്പേസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് എന്തിൽ വരാം, നമ്മളെ ക്യാരി കോസ്റ്റിലേക്ക് വരും. സോ നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. നോട്ട് എ ക്യാരി കോസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. സോ നോക്കുക, ഒബ്സൊലസൻസ് ലോസസ് എന്നുള്ളത് എന്താണ്, നമ്മളെ ക്യാരി കോസ്റ്റിൽ വരും. ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ളത് എന്ത് വരും, ക്യാരി കോസ്റ്റിൽ വരും. കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വരില്ല. കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് സ്പേസ് ഏതിൽ വരും, ക്യാരി കോസ്റ്റിൽ വരും. സോ ദ റൈറ്റ് ആൻസർ ഈസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ബിക്കോസ് ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് നോട്ട് എ ക്യാരി കോസ്റ്റ്. എന്താണ്, നോട്ട് എ ക്യാരി കോസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു S പ്ലസ് T വേർ S ആൻഡ് T ആർ. അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ട്. സോ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഏതായിരുന്നു, ഇവിടെ മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു EOQ പ്ലസ് മിനിമം സ്റ്റോക്ക് എന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ വേറൊരു ഇക്വേഷനാണ് എന്തടാ, മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ വേറൊരു ഇക്വേഷനാണ് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ ഒരു ഇക്വേഷനും കൂടി പറഞ്ഞിട്ടുണ്ട്, EOQ പ്ലസ് മിനിമം സ്റ്റോക്കിനെയും കൂടി നമുക്ക് എന്ത് പറയാം, EOQ പ്ലസ് മിനിമം സ്റ്റോക്കിനെയും കൂടി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ്, ഏതിൻ്റെ ഇക്വേഷനാണ്, നമ്മളുടെ മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ ഇക്വേഷനാണ് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ നോക്കാം, എസും ടിയും എന്തുള്ളതാണെന്ന ചോദ്യം. സോ നമുക്ക് നോക്കാം, EOQ പ്ലസ് മിനിമം സ്റ്റോക്ക് ഉണ്ടോ നോക്കാം. ഓപ്ഷൻ എ റീ ഓർഡർ ലെവൽ പ്ലസ് മിനിമം സ്റ്റോക്ക്, അതില്ല. EOQ പ്ലസ് EOQ ആൻഡ് മിനിമം സ്റ്റോക്ക്. സോ ഇതാണ് നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റീ ഓർഡർ ലെവൽ ആൻഡ് ആവറേജ് സ്റ്റോക്ക് അതെന്തായാലും അല്ല, റീ ഓർഡർ ലെവൽ പ്ലസ് മാക്സിമം സ്റ്റോക്ക്. സോ ഇത് ഈ താഴെ പറഞ്ഞ ഇക്വേഷൻസിൽ ഈ മൂന്നും അല്ല, ബാക്കി EOQ ആൻഡ് മിനിമം സ്റ്റോക്കാണ് മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ എസും ടിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം, ഇൻ കേസ് ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ബൈ കൊട്ടേഷൻ ബിഡ്സ് ഹാവ് ടു ബി ഇൻവൈറ്റഡ് ഫ്രം മിനിമം ഓഫ് ഫേംസ്. എത്ര ഫേംസിൽ നിന്നാണ് നമ്മൾ കൊട്ടേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര ഫേംസിൽ നിന്നാണ് നമ്മൾ കൊട്ടേഷൻസ് എടുക്കണം, മിനിമം എത്ര ഫേംസിൽ നിന്ന് നമ്മൾ കൊട്ടേഷൻസ് എടുക്കണം. സോ പർച്ചേസ് വിത്ത് കൊട്ടേഷൻസ് ഉണ്ട്, വിത്തൗട്ട് കൊട്ടേഷൻസ് ഉണ്ട്. വിത്ത് കൊട്ടേഷൻസ് ആകുമ്പോൾ നമ്മൾ മിനിമം എത്ര ഫേംസിൻ്റെ നോക്കണടാ, 3 ഫേംസിൻ്റെ കൊട്ടേഷൻസ് എങ്കിലും നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഇൻ കേസ് ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മിനിമം 3 ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയിലെ മിനിമം 3 മെമ്പേഴ്സിനെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. സോ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, മിനിമം എത്ര ഫേംസ് എന്നുള്ളതാണ് ചോദ്യം. സോ നോക്കുക, ഇവിടെ എത്രയാണ് ആൻസർ,
3 ആണ് അതിൻ്റെ ആൻസർ. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം. മാക്സിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു, പിന്നെയും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണെടാ? എക്കണോമിക് ഓർഡർ കൊണ്ട് EOQ പ്ലസ് മിനിമം സ്റ്റോക്ക് ആണ് അതിൻ്റെ ആൻസർ. അറിയില്ലേ? സോ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2AB ഡിവൈഡഡ് ബൈ C. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ EOQൻ്റെ ഇക്വേഷനാണ് റൂട്ട് ഓഫ് 2AO ഡിവൈഡഡ് ബൈ C എന്നുള്ളത്. ഓക്കെ ആണോ? സോ നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ 2AB ഡിവൈഡഡ് ബൈ C വേർ C ഡിനോട്ട്സ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട് C എന്താണ്? ക്യാരി കോസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ C എന്താണെടാ? ക്യാരി കോസ്റ്റ്. ഓപ്ഷൻ C ആണ് അതിൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് BOM അണ്ടർ സ്റ്റോർ അക്കൗണ്ടിങ്? സ്റ്റോർ അക്കൗണ്ടിങ്ങിൽ BOM എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽ ഓഫ് മെറ്റീരിയലിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്തടാ? BOM എന്ന് പറയുന്നത്. കഴിഞ്ഞ വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കാറ്റിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു BOMൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. എന്താണെടാ? ബിൽ ഓഫ് മെറ്റീരിയൽ. സോ നോക്കുക, ഏതാണ് ആൻസർ? ഓപ്ഷൻ B, ബിൽ ഓഫ് മെറ്റീരിയൽ. അതൊരു ഡോക്യുമെൻ്റ് ആണ്. ക്ലിയർ? അതൊരു ഡോക്യുമെൻ്റ് ആണ്. സോ നെക്സ്റ്റ് നോക്കാം. ഇൻ സ്റ്റോർ അക്കൗണ്ടിങ് LTAS സ്റ്റാൻഡ്സ് ഫോർ. LTASൻ്റെ ഫുൾ ഫോം ആണ് ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർസ്. നമ്മളെ സ്റ്റോർസ് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കൺസ്യൂമബിൾ സ്റ്റോർസ്, ഒന്ന് നോൺ കൺസ്യൂമബിൾ സ്റ്റോർസ്, ഒന്ന് ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർസ്. ഇതിൽ LTAS എന്ന് പറയുന്നതാണ് എന്ത്? ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർ എന്ന് പറയുന്നത്. അതിലെന്തേ ഉള്ളൂ? ഒരു നെഗ്ലിജിബിൾ ഡിസ്പോസൽ വാല്യൂവേ ഉള്ളൂ. അതിൻ്റെ വാല്യൂസ് ആ സ്റ്റോറിലുള്ള മെറ്റീരിയൽസിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും? റാപ്പിഡ്ലി ലോസ് ദെയർ വാല്യൂ ഓവർ പാസേജ് ഓഫ് ടൈം. സോ എന്താണ് നമ്മളുടെ ചോദ്യം? എന്താണ്? LTASൻ്റെ ഫുൾ ഫോം ആണ് നമ്മളുടെ ചോദ്യം. എന്താണ്? കഴിഞ്ഞ എക്സാമിന് ഇതും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർസ് ആണ്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് അപ്ലിക്കബിൾ ഫോർ ഇൻവെൻട്രി വാല്യുവേഷൻ? നമ്മൾ ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ് ഇൻവെൻട്രി വാല്യുവേഷനെ കൊണ്ട് പറയുന്നത്? ഏതാണെടാ? AS2 ആണ്. ഓക്കെ, AS2 ആണ്. AS9 എന്താണെടാ? AS9 എന്ന് പറയുന്നത് റവന്യൂ റെക്കഗ്നിഷൻ. ക്ലിയർ ആണോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് പ്രിപ്പയർഡ് ബൈ. ബിൽ ഓഫ് മെറ്റീരിയലിൻ്റെ ഷോർട്ട് ഫോം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെടാ? BOM എന്നുള്ളതാണ്. ഈ BOM ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് ആര് പ്രിപ്പയർ ചെയ്യുന്നതാണ്? ഈ മെറ്റീരിയൽ റിക്വസിഷൻ പ്രിപ്പയർ ചെയ്ത ആരായിരുന്നു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. വിച്ച് ഇസ് ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ റിക്വസിഷൻ്റെ മറ്റൊരു പേരാണെന്ത്? ഇൻറ്റൻറ്റ് ഫോർ മെറ്റീരിയൽ. സോ ഇത് ആരെ പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു. അതേപോലെ തന്നെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നതും ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് ആര് പ്രിപ്പയർ ചെയ്യുന്നതാണ്? നമ്മളുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ B ആണെന്ത്? അതിൻ്റെ ആൻസർ. ക്ലിയർ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ നെക്സ്റ്റ് നോക്കാം. ദ സ്റ്റോർ വിച്ച് ഹാസ് സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ബട്ട് റാപ്പിഡ്ലി ലോസ് ദെയർ വാല്യൂ ആർ കോൾഡ്. അതെന്താണ്? ഒരു സ്റ്റോറാണ്, പക്ഷെ അതെന്താണ്? റാപ്പിഡ്ലി അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ലോവറായി കൊണ്ടിരിക്കും. ഓക്കെ, സോ അതെന്ത് സംഭവിക്കും? അതിന് വെറും വെരി ലിറ്റിൽ നെഗ്ലിജിബിൾ ഡിസ്പോസൽ വാല്യൂ മാത്രമേ അതിനുണ്ടാവുള്ളൂ. അങ്ങനത്തെ ടൈപ്സ് ഓഫ് സ്റ്റോർസിനെ വിളിക്കുന്ന പേരാണ് എന്തടാ? ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർസ് വിച്ച് ഈസ് LTAS. ഞാൻ നേരത്തെ LTASൻ്റെ ഫുൾ ഫോം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുക, ഈ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ബട്ട് റാപ്പിഡ്ലി ലോസ് ദെയർ വാല്യൂ ആർ കോൾഡ് ഏത് സ്റ്റോറാണ്? LTAS വിച്ച് ഈസ് ലിമിറ്റഡ് ടൈം അസറ്റ് സ്റ്റോർസ്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് നോക്കാം. ജനറലി മിനിമം നമ്പർ ഓഫ് കൊട്ടേഷൻ റിക്വയർഡ് ഫോർ പർച്ചേസ് ബൈ എ ലോക്കൽ കമ്മിറ്റി ഈസ്. മിനിമം നമ്പർ ഓഫ് കൊട്ടേഷൻസ് റിക്വയർഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര കൊട്ടേഷൻസ് നമ്മൾ മിനിമം വേണം? എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയിൽ 3 മെമ്പേഴ്സും, അല്ലാത്ത കേസിൽ വിത്ത് കൊട്ടേഷൻസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മിനിമം 3 ഫേംസിൻ്റെ കൊട്ടേഷൻസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണടാ? നോക്കണം. സോ ഇവിടെ ചോദിക്കുന്നത് ജനറലി മിനിമം നമ്പർ ഓഫ് കൊട്ടേഷൻസ് റിക്വയർഡ് ഫോർ പർച്ചേസ് ബൈ ലോക്കൽ പർച്ചേസ് കമ്മിറ്റി ഈസ് എന്നുള്ളതാണ് ചോദ്യം. സോ ഏതാണ്? മിനിമം 3. സോ ഇതൊക്കെയാണ് നമ്മളുടെ എന്തുള്ളത്? സ്റ്റോർ അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. സോ ഇതൊക്കെ മൊത്തം എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആഫ്റ്റർ റിവൈസിങ് ഓൾ യുവർ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് നിങ്ങളെ ഫാക്കൽറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. സോ അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് കാറ്റിൻ്റെ സ്കാനറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നതായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആഫ്റ്റർ ഓൾ ദോസ് വീഡിയോസ്. ആഫ്റ്റർ അപ്ലോഡിങ് ഓൾ ദോസ് വീഡിയോസ് ലൈക്ക് ചാപ്റ്റർ വൈസ് ഞാൻ എന്ത് ചെയ്യും? ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ച
ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, വിച്ച് ഇസ് 50 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ്. ക്ലിയർ? സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എന്ത് ചെയ്യുക, എല്ലാവരും നന്നായി പഠിക്കുക. ആൻഡ് താങ്ക് യു.